ഫേസ് വന്നത്, ധൈര്യം വരാതെ. അങ്ങനെയൊക്കെ അടിച്ചുപോയി. അതല്ലേ, ഇപ്പൊ അതൊക്കെ വന്നു. അഭിനയൊന്നും അറിഞ്ഞൂടാ. യാസീർ ഹായ്, പറയൂ യാസീർ. പ്രകാശം കൂട്ടി ഗ്ലാമർ കൂട്ടുവാണ്, ഇത് മതി. അത് എവിടെയോ ടച്ച് ചെയ്യുമ്പോഴില്ലേ ഭയങ്കര ബ്രൈറ്റ്നെസ് വരുന്നു. അപ്പൊ എനിക്ക് തന്നെ കണ്ണ് പുളിക്കുന്നു. പ്രകാശം കൂട്ടുവോ? എനിക്ക് എന്നെ കാണുന്നില്ല, അത്ര വെളിച്ചം. ഇൻഡിപെൻഡൻസ് മൂവിയിലെ വാണി വിശ്വനാഥ് പോലെയുണ്ട്, ആണോ? റിയലി? വാണി നോട്ടം മൊത്തം പല ഭാഗത്തേക്കും. എന്നെ നോക്കുമ്പോ നിന്നെ നോക്കുന്ന പോലെ ആ നോട്ടമാണോ? അതിനുള്ള ഫ്രെയിം വരാനുള്ള പേടി, സ്റ്റേജിൽ കയറുമ്പോൾ ചിലർക്ക് പേടിയുള്ള പോലെ. ഫസ്റ്റ് നമ്മൾ കണ്ണാടിയിലൊക്കെ പാട്ട് പാടി അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ മൂവ്മെന്റ്സ് ഓക്കെ ആണോ എന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ വരുമ്പം നമ്മൾ ഇങ്ങനെ കണ്ണാടി ഈ ഫ്രെയിമിൽ നോക്കി കഴിയുമ്പോൾ നമ്മളുടെ കണ്ണും നോക്കിയാൽ സ്റ്റക്കായി പോയി വരില്ല. പിന്നെ പലതും ട്രൈ ചെയ്യും. ഇൻട്രോ കൊടുക്കാനായിട്ട്, വീഡിയോസിന്റെ ഫസ്റ്റ് ഇൻട്രോ ആണ്. ഇൻട്രോ കൊടുക്കാനായിട്ട് പറയും. നമ്മുടെ കണ്ണിൽ നോക്കി ഈ ലിപ് മൂവ്മെന്റ് കൂടി വന്നു കഴിയുമ്പോൾ സ്റ്റക്കായി. എന്നാൽ അതില്ലെങ്കിൽ വാചകം വരും. ആ ഒരു ഫ്ലോ അങ്ങ് വരുന്നേ ഇല്ല. അങ്ങനെ ഞാൻ പിന്നെ അമ്മയോട് ഞാൻ നോക്കാതെ അമ്മയോട് ബാക്ക് ക്യാമറ, അന്ന് എനിക്ക് ഇങ്ങനെ സ്റ്റാൻഡൊന്നുമില്ല, അമ്മയോട് ഇങ്ങനെ ക്യാമറ ഈ ഫോണ് പിടിപ്പിക്കും. അമ്മ നന്നായി വീഡിയോ ഒക്കെ എടുത്തു തരുമല്ലോ കൊറോണ സമയത്ത്. അമ്മ അങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പൊ അമ്മയോട് ഇങ്ങനെ, എന്നിട്ട് ഞാൻ നിന്നിട്ട് പറയും. അപ്പൊ ബാക്ക് ക്യാമറയിൽ പറയും. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്നെ തന്നെ ഫ്രണ്ട് ക്യാമറയിൽ വരുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, ബാക്ക് ക്യാമറയിൽ. പിന്നെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ, എന്നിട്ട് ഞാനത് കണ്ടു നോക്കും. അങ്ങനെ അലമാരയിലെ കണ്ണാടിയിൽ എനിക്ക് ഒരു അലമാരയിൽ ഇവിടെ, ബാക്കിയുള്ളതിലില്ല കണ്ണാടിയിൽ. അങ്ങനെ അപ്പൊ ഞാൻ അതിൽ നോക്കിയിട്ടൊക്കെ പറയും എന്തൊക്കെ ചെയ്യണം. എല്ലാവരും ഇങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. രാജു ബ്രോ അതൊന്ന് ശരിയായാൽ മാറിക്കിട്ടെ. ഇപ്പൊ എനിക്ക് ഓക്കെയാ, ഇപ്പൊ കൊറേ ആയില്ലേ, ഇപ്പൊ എനിക്ക് ഓക്കെയാ. പോലീസ് സ്റ്റേഷൻ കിട്ടുവാകും, ആണോ? തട്ടിച്ചു. അജി സെബാസ്റ്റ്യൻ, ഇടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നോട്ടം ടൈം. അതെ അതെ ഗരു ചക്കര. ശോഭന പോലീസ് ആയതുപോലെ ഇരിക്കും. ശോഭന പോലീസ് ആയത് മെലിഞ്ഞിട്ടല്ലേ? ഞാൻ വണ്ണമുണ്ടല്ലോ, ഞാനൊക്കെ വണ്ണമുണ്ട്. മലർന്ന് പറഞ്ഞു. പിന്നെ വാണി വിശ്വനാഥ്. ഇരിക്കട്ടെ. ഏതാ വട്ടി ഇത്? ചില വട്ടികൾ എങ്ങനെയാ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങും. പോലീസ് വേഷത്തിൽ വന്നിട്ട് കുട്ടികളെ അമ്മയും അമ്മായിയമ്മയും തമ്മിലുള്ള കുട്ടികളെ അമ്മയും അമ്മായിയമ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തമ ഭർത്താക്കന്മാരെ ആക്കാം, ഉത്തമ ഭർത്താക്കന്മാര്. മീരയും സായി പല്ലവിയും ഈ ഒരേ വേഷത്തിൽ കൊണ്ട് ചെന്ന് നിർത്തിയാൽ ചിലപ്പോൾ ഗ്ലാമർ കാരണം സായി പല്ലവി ഔട്ടാകും. എൻ്റെ ഈശ്വര, സായി പല്ലവിയുടെ ആരാധകർ കേൾക്കല്ലേ. ഇപ്പോൾ സംസാരം വാണി വിശ്വനാഥിനെ പോലെ ആകാൻ ആക്ഷൻ ഓക്കെയാണ്, ആണോ? വായെല്ലാം പൊന്നാകട്ടെ, നിങ്ങളെയൊക്കെ കൊണ്ടുപോയി പണയം വെക്കാം. ഇവിടെ കെ എൽ പറയുന്നുണ്ട്. അത് മലർ, ഒരുപാട് പേര് സായി പല്ലവി മലർ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈവ് വരാൻ തുടങ്ങിയ ശേഷം കേട്ട അധികം പേര് അതാണ്. പിന്നെ കുറേ പേരുകളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ വാണി വിശ്വനാഥ് സ്ട്രോങ് ലേഡിയാണ്. സ്ട്രോങ് ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ കിട്ടിയിട്ടുള്ളത്, കൈകാര്യം ചെയ്തിട്ടുള്ളതെല്ലാം. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോ നിങ്ങളുടെ വായൊക്കെ പൊന്നാവട്ടെ എന്നും പറഞ്ഞ് എല്ലാവരും കൂടി പണയം വെക്കൂട്ടോ. ചില പുരാണ സീരിയലുകളിൽ ദേവിയായിട്ട് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ പോകണം. അതൊക്കെ പോകാം. ഡയലോഗുകൾ കുറവായിരിക്കും. മറ്റേ പോലീസ് വേഷത്തിലൊക്കെ ആണെങ്കിൽ ആക്ഷൻസ് ഒക്കെ വേണം. അത് നമ്മളെ കൊണ്ട് പറ്റില്ല, റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ദേവി അതിലൊക്കെയാണെങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയല്ലോ. കോസ്റ്റ്യൂം ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വെള്ളം തന്നാൽ മതി. അധികം സംസാരങ്ങളില്ലല്ലോ, നീറ്റായിട്ടുള്ള കുറച്ച് കച്ചറ ഭാഷകളില്ല, ഒന്നുമില്ല. മകനെ പുത്ര ഹായ് മീര വണക്കം. രാധുബായ് വണക്കം.